വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇവിടെ വന്ന എല്ലാവരും കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. ഒരു കാര്യം മാത്രം നമ്മളിവിടെ കൂടിയതിൻ്റെ ഒരു പ്രാധാന്യത്തെ വിളിച്ചു പോകുന്നൊരു പ്രധാന കാര്യം, ലോകത്തെമ്പാടും നമ്മളിപ്പോൾ നടത്തുന്ന പോലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പങ്കെടുക്കുന്ന നിരവധി യോഗങ്ങൾ നടക്കുകയാണ്. ലോകമൊരു ഉത്കണ്ഠ പങ്കുവയ്ക്കുകയാണ്. മലയാളികളും ആ ഉത്കണ്ഠ പങ്കുവയ്ക്കുന്നു. അവിടെ നാനാജാതി മതസ്ഥരും വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങളും പത്രപ്രവർത്തകർ, മീഡിയ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ തുടങ്ങിയ ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിൽ നിന്നും ആൾക്കാരോട് എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് വളരെ അഭിമാനകരമായ കാര്യമായി നാം എടുക്കേണ്ടതുണ്ട്. ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ ഫലസ്തീൻ്റെ വിമോചനം അല്ലെങ്കിൽ അവരുടെ സ്വതന്ത്ര രാഷ്ട്രമെന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആയി നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ ഫലസ്തീൻ ഭരിക്കുന്നവർ നമ്മുടെ മുന്നിൽ ഉണ്ടാക്കുന്നൊരു പ്രതിസന്ധി, അവർ സ്വന്തം വാക്കിനോട് നീതി പുലർത്താത്തവരാണെന്നുള്ളതാണ്. ലോകം പറഞ്ഞാലും അവർ നീതി പുലർത്താത്തവരാണ്. എന്തും സംഭവിക്കാവുന്ന സ്ഥിതിയാണെന്ന് ഫലസ്തീൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. ഈ വെടിനിർത്തൽ പോലും നാളെ നെതന്യാഹു ലംഘിച്ചേക്കാം, അതിനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ലോകത്തിൻ്റെ ഉത്കണ്ഠ വളരെ കഠിനമാണ് എന്ന ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ കൂടുമ്പോൾ, ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മളിങ്ങനെ കൂടുമ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും തരുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ളൊരു സ്വപ്നം മുൻവയ്ക്കുവാനും എല്ലാവർക്കും സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു ലോകമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നൊരു കൂട്ടായ്മയായി ഇത് പരിവർത്തനപ്പെടേണ്ടതുണ്ട്. നമ്മുടെ ഇന്ത്യയും ഒട്ടും ഭിന്നമായ സ്ഥലമല്ല. ഇതിനേക്കാൾ വലിയ യോഗങ്ങൾ നടത്തേണ്ടി വരുന്ന അടിയന്തര സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മളാരും മറക്കണ്ട. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകരായിട്ടുള്ള സുപ്രീം കോടതിക്കകത്ത് കയറി ചീഫ് ജസ്റ്റിസിന് എതിരെ ഷൂ എറിഞ്ഞ് അപമാനിക്കാൻ തക്ക വിധം പടർന്ന് പന്തലിച്ചൊരു ഫാസിസ്റ്റ് രാഷ്ട്രത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നമ്മൾ ഉൾക്കൊള്ളണം. അതൊരു കഠിനമായ യാഥാർത്ഥ്യമാണ്. നമ്മളുടെ ഈ ഐക്യം ഒരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിലേക്ക് നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പൊരുതുന്ന ഫലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കും.